വേദു ഇന്ന് ആരൊക്കെ ആവാൻ പോകുന്നത്? ഡോക്ടർ, പൈലറ്റ്, ഫയർ ഫൈറ്റർ, സ്വിക്കി, ലേസറോ, കാർ റേസറോ? ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞ് എന്തൊരു സെലിബ്രേഷൻ ആയിരുന്നു, എപ്പോൾ തുടങ്ങിയതാ കഴിഞ്ഞ. ഇന്ന് നമ്മൾ വേദുവിന് വേണ്ടി ഫുൾ ഡേ മാറ്റി വെച്ചിരിക്കുവാണ്. സോ ഞാൻ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലേഷ്യ വെച്ച് കിഡ്സേനിയുടെ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു ആൻഡ് വേദു ഓൾസോ ടോട്ടലി എൻജോയ്ഡ് ഇറ്റ്. പക്ഷേ ഞാൻ വായിച്ച വെച്ച് ഗൾഫിലെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ബെസ്റ്റ് കിഡ്സ് എന്താ പറയുക, എഡ്യൂക്കേഷനും എന്റർടൈൻമെന്റും എല്ലാം കൂടെ ചേർത്ത ഒരു പാർക്ക്, അല്ലെങ്കിൽ നമ്മുടെ കിഡ്സേനിയ ഉണ്ട് ഇവിടെ ദോഹയിൽ. പക്ഷെ കിഡ്സേനിയനും കാട്ടി മച്ച് ബെറ്റർ, ഈവൻ ബെറ്റർ ദാൻ ദുബായ്സ് കിഡ്സേനിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ഥലം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അത് മോൾ ഓഫ് ഖത്തറിലാണ്. സോ നമ്മൾ മോൾ ഓഫ് ഖത്തറിലേക്ക് പോകും. എനിക്കൊന്ന് കുട്ടികൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണും, വലിയവരും കാണും. ഐ തിങ്ക് സോ യു വിൽ ഹാവ് ലോട്ട് ഓഫ് ഫൺ. ഭയങ്കര രസമായിട്ടുള്ള ഒരു സംഭവമായിരിക്കും. സോ എനിക്ക് ദോഹ മെട്രോയിൽ ഒന്ന് കയറണമെന്നുണ്ട്. ഭയങ്കര അടിപൊളി മെട്രോ എന്ന് കേട്ടു. സോ അവിടെ കയറി വേദുവിന് അങ്ങോട്ട് വന്നു. എനിക്കൊന്ന് കിഡ്സ് മോണ്ടോ എന്നാണ് ആ ഒരു സ്ഥലത്തിന്റെ പേര്. സോ വെരി എക്സൈറ്റഡ് ഫോർ ദാറ്റ്. വേദു ഒന്ന് ഒരുപാട് എൻജോയ് ചെയ്യും. വേദുവിന്റെ ഡേ ആണെന്ന് തോന്നുന്നു. ഹോട്ടലിന്റെ ലോബി തന്നെ പിക്കാച്ചു. അത് കൊള്ളാലോ. വേദു പോ, വേദുവിനെ തപ്പി വരുവാ. പോ, ഓട്. നല്ല രസമുണ്ട് കേട്ടോ. രാവിലെ ആണെങ്കിലും ഇറങ്ങി നടക്കാനായിട്ട്. ഞങ്ങൾ കുറച്ച് ലേറ്റായി ഇറങ്ങാനായിട്ട്. പക്ഷെ ഇവിടുന്ന് മെട്രോ പിടിച്ച് തന്നെ പോകണം എന്ന് തോന്നി. 2 മെട്രോ മാറി കയറണം. ഞാൻ ദോഹ മെട്രോ എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. ഫുട്പാത്ത്സ് ഒക്കെ എന്തൊരു വലുതായി. ദുബായ് വെച്ച് നോക്കുമ്പോഴേ ട്രാഫിക് ബ്ലോക്കും ഭയങ്കര കുറവായതുകൊണ്ട് നമുക്ക് ഓരോ സ്ഥലത്തേക്ക് വേഗം എത്താൻ പറ്റുന്നുണ്ട്. മെട്രോ സ്റ്റേഷനൊക്കെ എല്ലാം ഭയങ്കര മോഡേൺ. നമ്മളെ ഇതൊന്നും അധികം പഴയതല്ലേ നമ്മുടെ റഷ്യ അതൊന്നും പോലെ. ഇറ്റ്സ് ഓൾ മോഡേൺ, ക്ലീൻ, എന്തോ സൈലൻറ്റും ആണ്. വീക്കെൻഡ് ആയിട്ടും ആൾക്കാരൊന്നും അധികം ഇല്ല കേട്ടാ. തിരിച്ചു വരുമ്പോൾ വരാം. അതിപ്പോഴാണ് അറിയുന്നത്. ആരും ഇല്ലാതെ ഞാൻ പറഞ്ഞു വന്നതേ. മെട്രോ 2 മണി തൊട്ടേ ഉള്ളൂ ഇവിടെ. ആരും ഇല്ല. അപ്പൊ ടാക്സി പോ, അല്ലെങ്കിൽ സമയം പോകും. തിരിച്ചു വരുമ്പോ മെട്രോ വരാം. എന്ത് ഞാൻ പറയണ്ടേ? എന്തോ നല്ല മറ്റേ ഫ്രൂട്ട് കോക്ടെയിൽ പോലെ ഇരിക്കുന്നുണ്ട്. അതെനിക്കറിയാം. ചൈന നമ്മുടെ വല. ഇത് നമ്മുടെ ഷോപ്പിലെ മല്ലിക എന്ന് പറഞ്ഞ ബ്രാൻഡ്. നല്ല കളർഫുൾ വൈബ് ഉണ്ട്. പെർഫെക്റ്റ് സമ്മർ ഡ്രസ്സാ വിത്ത് ദിസ് വൈറ്റ് ഇയറിംഗ്. അപ്പൊ ഫുള്ളി നിങ്ങൾക്ക് ഈ ഫുൾ ലുക്ക് നിങ്ങൾക്ക് ഒരു ഹാപ്പി സ്റ്റോറി പോയാൽ കിട്ടും. ഓക്കെ. എന്താ അടിപൊളി മോളാ നോക്ക്. വാവ് പ്രിയ, നന്നായി ഒന്ന് ഉഷാറായി ഷോപ്പ് ചെയ്ത് നമുക്ക് ആ ഡിഫൻഡറിന്റെ ലക്കി ഡ്രോയിൽ കയറാം. എന്നാലും ഇത് നമുക്ക് വിറ്റിട്ട് പൈസ ആയിട്ട് നമുക്ക് നാട്ടിൽ പോവാം. എന്തായാലും നമ്മുടെ ഷോപ്പിലും ഇപ്പൊ ലക്കി ഡ്രോ നടക്കുന്നുണ്ട്. എന്നുവരെ ജാനുവരി 1 വരെ. നിങ്ങൾ 7000 രൂപയ്ക്കോ അതിന് മേലെ ഷോപ്പ് ചെയ്താല് നിങ്ങൾക്ക് ലക്കി ഡ്രോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. 1 പവന്റെ ഗോൾഡ് കോയിൻ, 1/2 പവന്റെ 2 ഗോൾഡ് കോയിൻ, 2 വിന്നേഴ്സിന് ടോട്ടൽ 1 പവൻ ഗോൾഡ് കോയിൻ കൊടുക്കും. അപ്പൊ വേഗം ഒരു ഹാപ്പി സ്റ്റോറി പോയി ഷോപ്പ് ചെയ്താൽ ഡിഫൻഡർ ഇല്ലെങ്കിൽ ഗോൾഡ് കോയിനിൽ തുടങ്ങാം. ന്യൂ ഇയർ അല്ലേ, പറയാൻ പറ്റില്ല ആർക്കാണ് ഈ വർഷം ഗോൾഡിൽ തുടങ്ങാനുള്ളത്. അതെ, ലക്കി ആവുന്നതെന്ന് അറിയില്ലല്ലോ. ഇത് നല്ല രസമുണ്ട് കേട്ടോ മോള്. ശരിക്കും എനിക്ക് ഇവര് കുറെ എനിക്കൊന്ന് യൂറോപ്പ് ഇൻസ്പയർഡ് ആണെന്ന് തോന്നുന്നു കേട്ടോ. എന്തോരം ഡേ ലൈറ്റാന്ന് നോക്ക്. ഫുൾ ഈ ഡേ ലൈറ്റ് ഉള്ളത് കൊണ്ട് ഇറ്റ്സ് ജസ്റ്റ് ഫീലിംഗ് സോ ഗുഡ്. അതിൻ്റെ കൂടെ ഖത്തറിൻ്റെ എലിമെൻറ്റ്സ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൻ്റെ എലിമെൻറ്റ്സ് ആയ ഇതുപോലെ പാം ട്രീസ് വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് കാം ആൻഡ് സ്റ്റണ്ണിങ് അല്ലേ. തിരക്കേയില്ല. എന്ത് അടിപൊളിയായിരിക്കും അല്ലേ. അവിടെ പക്ഷെ അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. 1000 രൂപയ്ക്കൊക്കെ സുഖമായിട്ട് ഒന്ന് കുടിക്കും. പിന്നെ
ബാങ്കോക്ക് ഫാഷൻ പോലെ ബൊട്ടീക്കും ആഞ്ചലീനയും. ഓ അലക്ക് പൊളിക്കും നമ്മൾ. മേളിലത്തെ കഫേ നോക്കി പറയാ വോളിയം കഫേ, ബുക്ക് സ്റ്റോർ ആണെന്ന് തോന്നുന്നു. ബുക്ക് സ്റ്റോർ വെച്ച് ബുക്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കഫേ. നല്ല രസമുണ്ട് കേട്ടോ ഓരോ സാധനങ്ങൾ. ആ കൂടെ ഒരു പ്രശ്നം തന്നെ അറിയോ, ഇവിടെയല്ല മിഡിൽ ഈസ്റ്റിൻ്റെ, നമ്മൾ ഏഷ്യയിലൊക്കെ ഷോപ്പ് ചെയ്തിട്ട് ഈവൻ യൂറോപ്പിൽ ഷോപ്പ് ചെയ്തിട്ട് മിഡിൽ ഈസ്റ്റ് വരുമ്പോൾ ഏറ്റവും എക്സ്പെൻസീവ് ഇവിടെയാണ്. നമ്മളായിരിക്കും ടാക്സ് ഇല്ല, ഇതില്ല, ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ദുബായൊക്കെയാണ്. പക്ഷേ ഏഷ്യൻ കൺട്രീസും അതുപോലെ തന്നെ യൂറോപ്പും കമ്പാരിറ്റീവ്ലി ചീപ്പർ, ഔട്ട്ലെറ്റ് മോൾസും എല്ലാം കൂടെ ഉള്ളപ്പോഴേ. യൂറോപ്പിലുണ്ട്, നമ്മുടെ ഹോങ്കോങ്ങിലൊക്കെ നമ്മൾ പോയില്ലേ, മലേഷ്യയിലും ബാങ്കോക്കിലൊക്കെ. അത് നോക്കുമ്പോൾ ഇവിടെ എന്തൊരു എക്സ്പെൻസീവാ, പക്ഷെ ഫുഡ് അടിപൊളിയാ, എല്ലായിടത്തും അടിപൊളിയാ. ഫുഡും എല്ലായിടത്തും അടിപൊളിയാ. എന്തൊരു ക്ലാസ് അല്ല, എന്തൊരു സ്പേഷ്യസ് മോളാ. തിരക്കും കൂടെ ഇല്ലാത്തതുകൊണ്ടായിരിക്കും നമുക്ക് ഇത്രയും ഒരു സുഖം കിട്ടുന്നത്. മുകളിലൊക്കെ ഓരോ ഫ്ലോറിൻ്റെ ഹൈറ്റ് ഭയങ്കര കൂടുതലല്ലേ, അതാണ് ഇത്രയും സ്പേഷ്യസ് ആയി തോന്നുന്നത്. പിന്നെ ഇത്രയും ഡേ ലൈറ്റും കൂടെ ഉള്ളതുകൊണ്ട്, പിന്നെ വെള്ളം, ഫൗണ്ടൈൻ, ഭയങ്കര രസമായിട്ടുണ്ട്. ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോ എന്താ പറ്റിയെന്ന് അറിയോ? ഫസ്റ്റ് ഓഫ് ആൾ മോളുടെ ഭംഗി കണ്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, കണ്ടില്ലേ എല്ലാരും. പക്ഷെ അവിടെ പോകുന്നില്ല, കണ്ട സ്ഥലത്ത് ഞാൻ കണ്ടുപോയത് കണ്ടു. 3 സ്ഥലങ്ങളാണ് കണ്ടത് കേട്ടാ. ഒന്ന് എവിടെ, ആദ്യത്തെ ഷേക്ക് ഷാക്ക് അവിടെ, ദേ അവിടെ ഷേക്ക് ഷാക്ക് ഉണ്ട്. ഷേക്ക് ഷാക്ക് ദേ, സോ എൻ്റെ ഫേവറേറ്റ് ബർഗേഴ്സ് ഉള്ള ഷേക്ക് ഷാക്ക്. പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ചീസ് കേക്ക് ഫാക്ടറി. പക്ഷെ ഇത് രണ്ടും അല്ലാതെ വേറൊരു നല്ല സ്ഥലം കൂടി ഉണ്ട്, ചില്ലീസ് എന്ന് പറഞ്ഞത് മേളിൽ. അതും ഇതുപോലെ ചീസ് കേക്ക് ഫാക്ടറി പോലത്തെ ഫുഡാണ്. പക്ഷെ ഇതൊക്കെ നമുക്ക് ഇപ്പം ബാങ്കോക്കിൽ എല്ലായിടത്തും ഉണ്ടല്ലോ, ചില്ലീസ് അങ്ങനെ കിട്ടാറില്ല. സെയിം ഓൾമോസ്റ്റ്, നല്ല ഫുഡാ. എന്തേ ഇരിക്കാനാ? ഞാൻ ഇവിടെ മറ്റേ മൂന്നാറിലെ അല്ലെങ്കിൽ വയനാട്ടിലെ കാട്ടിൽ പോയി എൻ്റെ ഉള്ളിൽ വല്ല ഇരുത്താം. നമുക്ക് നോക്കാം. എന്തായിരുന്നു എനിക്ക് ദോഹ വരണ്ട, എന്താ അവിടെ ഉള്ള ഒന്നുമില്ല. ദോഹ പണ്ട് ഒരു ദിവസത്തേക്ക് വന്ന് മണത്തട്ട് പോയതല്ലേ ദോഹ, അല്ലാതെ വേറെ ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇനി ഞാൻ വന്നോളാം കേട്ടാ. റോയ് ചേട്ടൻ പറഞ്ഞു ഞാൻ എന്നോടും ജെഫറിനോടൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാൻ. വരേണ്ട ആവശ്യമില്ല. എല്ലാ സ്ഥലത്തെയും കുറിച്ച് കുറ്റം പറയും, എന്നിട്ട് ആ സ്ഥലത്ത് പോയി കഴിയുമ്പോൾ പറയും ഓ ഇതായിരുന്നോ, ഇങ്ങനെയായിരുന്നോ. ഔട്ട് ബാക്ക് സ്റ്റേക്ക് ഹൗസ് അതും നല്ലതാണ്, ഓസ്ട്രേലിയൻ ആണ്. പിന്നെ ഇപ്പുറത്തെ ചുറോസ്, എന്താണ് എല്ലാം ഉണ്ടല്ലോ ഒരു സ്ഥലത്ത്. ഉണ്ട്. ഏത് എല്ലാ സാധനങ്ങളും നമുക്ക് ഇഷ്ടമുള്ളതാണോ എന്നാ? വെളിയിലിരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു, അതും സെറ്റാക്കി തന്നില്ലേ. എന്ത് വേണം, നമ്മളൊരു സെയിം വേവ് ലെങ്ത് അല്ലേ, വൈബുള്ള സ്ഥലം. ഫുഡ് ലുക്സ് സോ അമേസിങ്. ഇത് ചിക്കൻ ഫൈറ്റിയാണ്. സോ ഐ തിങ്ക് ട്രേഡ് മാർക്ക് സോസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, റൈസ് ഉണ്ട്, പിന്നെ ഗുവാക്കമോലെ, സാർ ക്രീം, അതിൻ്റെ ഷ്രെഡഡ് ചീസ് ആൻഡ് സം സാൽസ. അത് റാപ്പ് ചെയ്യാനായിട്ട് നമുക്ക് കുറേ റാപ്സ് ഉണ്ട്. പ്രിയയ്ക്ക് മാത്രമാണ് ഇത്രയും വലിയ പാസ്ത. ഗാർലിക് ബ്രെഡ് കഴിക്കുമ്പോൾ തന്നെ വേറെ അറിയും. പിന്നെ ഐസ് ടീയുടെ സൈസ് ആസ് യൂഷ്വൽ. ദിസ് ഇസ് ഖത്തർ. ഇത് ഖത്തറാണ്. ഇവര് അമേരിക്കനെ അനുകരിക്കാൻ നോക്കും എല്ലാ കാര്യത്തിലും. അമേരിക്കയിൽ ഇത്രേ ഉള്ളൂ, റെഗുലർ സൈസ് സാധനങ്ങളും ഇല്ല, ആൾക്കാരും ഇല്ല. സോ ഈ ഫൈത്ത നമ്മൾ തന്നെ റാപ്പ് ഉണ്ടാക്കി കഴിക്കണം എന്നാണ് നമ്മുടെ ഇഷ്ടമാണ്. സോ ഞാൻ ചീസും ഗുവാക്കമോലയും സാർ ക്രീമും, ചിക്കനൊക്കെ എന്തോരം ചിക്കനാന്ന് അറിയൂ ഇതിലൊക്കെ ക്വാണ്ടിറ്റി. ഇത് ഓരോ പീസും നല്ല വലിയ വലിയ പീസ്. ഫൈനലി ഇതിൻ്റെ കൂടെ ഈ ഒരു ഇവരുടെ ബീൻ, എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ രാജ്മയാണെന്നാണ് തോന്നുന്നത്. ഇതെല്ലാം കൂടെ ഇട്ട് റാപ്പാക്കാം. ഇത് കഴിക്കാൻ തന്നെ എന്തൊരു പണിയാണ്, നമ്മളതിന് എല്ലാ പണിയും എടുക്കണം. അതുകൊണ്ടാണ് ഞാൻ അത് വേണ്ടെന്ന് കുഴപ്പമില്ലെങ്കിൽ പണിയെടുക്കാൻ ഇഷ്ടമാണ്. ഇതിന്റെ പ്രിയയുടെ പാസ്ത അത് എന്തോരം അല്ല, 2 പേര് കഴിച്ചപ്പോഴും കഴിയില്ലല്ലോ. എന്താ എനിക്ക് തോന്നുന്നു നമ്മളിനെ പണിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിന് ഭയങ്കര ടേസ്റ്റാന്ന് പറയുന്നത്. ഇത്രയും പണി എടുത്തോണ്ടായിരിക്കും ഇത് സംഭവം കേട്ടോ. ഇതൊക്കെ സോ ഡ്രിപ്പിംഗ് ഓഫ് ജ്യൂസ്, ചിക്കൻ എല്ലാം ഭയങ്കര ഒരു ഫ്രഷ്നെസ്. അങ്ങനെ ഈ ആപ്പിൾ ബീസ്, ചീസ് കേക്ക് ഫാക്ടറി, പിന്നെ ചില്ലീസ്, ഇതെല്ലാം ഫാസ്റ്റ് ഫുഡ് ആണെങ്കിൽ പോലും ഒരു ഫ്രഷ്നെസ് ഉണ്ട്. നോട്ട് ലൈക്ക് മെക്ഡോണൾഡ്സ്, ബർഗർ കിങ് എന്നോ.
നല്ല സാധനം. ഇതൊക്കെ ടേസ്റ്റിയാണ്, പക്ഷെ രണ്ടുപേര് ഇപ്പത്തെ ഞാനും പ്രിയയും പോയിട്ട് ഒരു ഫുഡ് എടുത്താലും തന്നെ തീർക്കാൻ പറ്റില്ല, അത്രയും ക്വാണ്ടിറ്റിയാണ്. ഖത്തറിലേക്ക് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഖത്തറിലുള്ളവരാണെങ്കിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ ഖത്തറിൽ വരുന്നവരാണെങ്കിൽ ഈ ഏർബൻ പോയിന്റ് എന്നാണ് തോന്നുന്നു, ഞാൻ എന്തായാലും സൈഡിൽ സ്ക്രീൻഷോട്ട് വെക്കാം, ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു മാസത്തേക്കൊക്കെ നമുക്കൊരു 600 രൂപയും കണ്ടേ ഉള്ളൂ മെമ്പർഷിപ്പ്, ഇന്ത്യൻ റുപ്പീസ്. അതെടുത്ത് കഴിഞ്ഞാൽ കുറേ സ്ഥലത്ത് ബൈ 1 get 1 ഫ്രീ അല്ലെങ്കിൽ 50% ഓഫ്, അങ്ങനെ കുറേ ഓഫേഴ്സ് ഉണ്ട്. ഫുഡിന് മാത്രമല്ല, പ്ലേ ഏരിയ, അങ്ങനെ പല സ്ഥലത്തും. സോ കോസ്റ്റ് ഡ്രാസ്റ്റിക്കലി കംസ് ഡൗൺ. ബാക്കിയുള്ള ഇവിടെ ഇതുപോലത്തെ കുറേ ഓഫേഴ്സുള്ള ആപ്സ് ഉണ്ട്, പക്ഷെ അതൊക്കെ ഒരു വർഷത്തെ മെമ്പർഷിപ്പ് എടുക്കണം. അത് ഇവിടുത്തെ താമസിക്കുന്നവർക്കല്ലേ പറ്റുള്ളൂ. സോ നമുക്ക് പറ്റിയ ഒരു ആപ്പാണിത്. ട്രാവലേഴ്സിന് 3 ദിവസം 4 ദിവസം വന്ന് 2-3 സ്ഥലത്ത് കഴിച്ചാൽ തന്നെ നമുക്ക് ഭയങ്കര ലാഭമാണ്. സോ ഇതാണ് കിഡ്സ് മോണ്ടോ എന്ന് പറയുന്ന ഒരു വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു കിഡ്സിന്റെ പ്ലേ ഏരിയ. നമ്മൾ കിഡ്സേനിയെ കാട്ടി ബെറ്റർ എന്നുള്ളൊരു ഹൈപ്പിലാണ് ഇത് വരുന്നത്. പണ്ട് നമ്മൾ പോയില്ലേന്ന്. എന്താ ഇത് അതിനെ കാട്ടി ബെറ്ററാ. ഇതില് പൈലറ്റ് ആവാം, സ്വിഗ്ഗി ആവാം, കുറെ പുതിയ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇന്ന് കുറച്ചു നേരം സമാധാനവും കിട്ടും അല്ലേ? എന്റെ അകത്താക്കിയിട്ട് നമുക്ക് അല്ല, അത് വ്ളോഗ് ചെയ്യണ്ടേ, നമുക്കും അതിന്റെ അകത്ത് തന്നെ ഇരിക്കണം. ഇത് പക്ഷെ അഡൾട്ട്സിനും ടിക്കറ്റ് എടുക്കണം. ആണോ? അവിടെ അങ്ങനെ തന്നെയായിരുന്നു. ഇവരുടെ ഹാഫ് റേറ്റ് കണ്ട. എന്നാ ബോർഡിംഗ് പാസ്, നമ്മൾ പറക്കാൻ പോവാ, അതും ഖത്തർ എയർവേസിന്റെ തന്നെ. അപ്പൊ എന്തായാലും അടിപൊളിയായിരിക്കുമല്ലോ. ഇതിന്റെ അകത്ത് എത്ര ഗെയിംസ് ആണെന്നറിയോ ഇത് കളിക്കാൻ? 50 എണ്ണം. രാവിലെ 10 മണിക്ക് വന്നാലേ രാത്രി 10 മണിക്ക് ഇറങ്ങാൻ പറ്റും. ഇന്ന് മാത്രമല്ല ഉച്ചയ്ക്ക്, അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഉണ്ട്. ബാഗേജ് സാധാരണ നമുക്ക് കുറെ ടൈം എടുക്കേണ്ടതാണ്. ഇവിടെ ആകുമ്പോൾ വലിയ ബാഗേജ് കളക്ഷൻ ഒന്നും ഇല്ല. തിങ്സ് ടു ഡിക്ലെയർ ആൻഡ് നോട്ട് ടു ഡിക്ലെയർ. എന്താ ഉണ്ടാ? കള്ളക്കടത്ത് പോലെ ഉണ്ടാ? ഗോൾഡ് ഒക്കെ ഉണ്ടാ? പെട്ടി ഒന്നും എടുക്കണ്ട. ഇവിടെ വന്ന് ഇവിടെ വന്നു കഴിയുമ്പോ ബാങ്കിലേക്കാണ് പോകേണ്ടത്. അത് അവിടെയും കണ്ട. പൈസ കിട്ടിയാലേ കളി കളിക്കാൻ തുടങ്ങാൻ പറ്റുള്ളൂ. അയ്യോ, ഇതൊരു വേറെ ലോകത്തെ അകത്ത് കയറിയല്ലേ, ഒരു ആർട്ടിഫിഷ്യൽ ടൗൺ. നല്ല രസമുണ്ട്. ആദ്യമേ ബാങ്കിൽ പോകാൻ ചെയ്തു. ബാങ്കിൽ പോയി പൈസ ആയിട്ട് വരിക. ഇവിടെ പിള്ളേരുടെ ബഹളമാണ് കേട്ടാ. കുട്ടിയെ മറ്റേ സൗണ്ടൊന്നും ഇഷ്ടമല്ലാത്തവരോട് വന്നു കഴിഞ്ഞാൽ പ്രാന്തായി പോകും. ജെഫറിന് കുട്ടികളും പ്രശ്നമാണ്, സൗണ്ടും പ്രശ്നമാണ്. അതെ, ഏതെങ്കിലും തിരക്കില്ലാത്ത സ്ഥലത്ത് തുടങ്ങാം, അല്ലെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ നോക്കണ്ട. സെക്യൂരിറ്റി സർവീസിൽ പോവാം. സെക്യൂരിറ്റി ഏത് ഹോട്ടൽ അറേഞ്ച്മെന്റ് ആണ് പോയിരിക്കുന്നത്. എന്താ സംഭവം എന്നൊന്നും അറിയില്ല. ജനലിൽ കൂടെ എത്തി നോക്കണം എന്താ ചെയ്യുന്നതെന്ന്. ഈ ഹോട്ടലിൽ എന്തായിരിക്കും ആക്ടിവിറ്റി? എല്ലാം പെൺകുട്ടികളാണ്. വേദുവിന് മാത്രമുള്ളൊരു ബോയായിട്ട് ഇത് നിൽക്കുന്നുണ്ട്. വേദു ഗസ്റ്റ് ആയിട്ടാ, ബാക്കിയുള്ള എല്ലാ സെർവേഴ്സും സ്റ്റാഫ്. അത് കൊള്ളാമല്ലോ. ഫുഡ് സെർവ് ചെയ്യാൻ പറയാ. വേദുവിന് എന്താ വേണ്ടതെന്ന്. ഇവിടെ ഇല്ലാത്ത വല്ല സാധനമായിരിക്കും പറയുന്നത് കേട്ടാ. കുട്ടികള് കേക്കൊക്കെ കയ്യിലെടുത്ത് കൊടുത്തപ്പോൾ അവര് പറഞ്ഞു അങ്ങനെയല്ല, പ്ലേറ്റ് കൊടുക്കുക, അതിന് ഫോക്ക് നൈഫൊക്കെ എങ്ങനെയാ വെക്കണ്ടേ, ഫോക്ക് ഏത് സൈഡിൽ വെക്കണം, നൈഫ് ഏത് സൈഡിൽ വെക്കണം. ഇറ്റ്സ് നൈസ്. ഇവര് എസ്പെഷ്യലി പിക്കപ്പ് ചെയ്യുന്ന ഒരു പ്രായം കൂടിയല്ലേ. സോ നൈസ്. ടേബിൾ എത്തിക്കറ്റ്സും എങ്ങനെ ഗ്ലാസ് പിടിക്കണം, എങ്ങനെ സെർവ് ചെയ്യണം. കുട്ടികളെ ഉള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ സ്ഥലത്ത് കൊണ്ടുവരിക. They'll get entertained and they'll learn lot of good things. എൻ്റെ ഫസ്റ്റ് ഡേറ്റ് ആണ് കേട്ടോ ഇത്. ഡേറ്റ് നൈറ്റ്. അത് കൊള്ളാലോ. ഗോവ വന്നിട്ടാണ് ഇതിന്റെ ഫസ്റ്റ് ഡേറ്റ്. എന്തൊരു അപ്പന് ചിക്കൻ കഴിക്കുന്നതൊക്കെ അവനെന്താ ചിക്കനും ബ്രെഡും കപ്പ് കേക്കും. ഓ, ഡെസേർട്ട് വരെ എത്തിയ ആള്. പൈസ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടാ. ഹാപ്പി വരുന്നുണ്ട്. ഹലോ, പൈസ ഒക്കെ കിട്ടിയാ? അയ്യോ, ടയർഡായ ജോലി ഇത്. എന്തൊക്കെ ചെയ്തു? ഓ, സ്റ്റാഫുമായി കസ്റ്റമറുമായി. ഞാൻ പറഞ്ഞില്ല, അവൻ എൻജോയ് ചെയ്യും, എല്ലാം എൻജോയ് ചെയ്യും അവൻ. പ്ലസ് എന്ന് കഴിഞ്ഞാൽ പൈസ ഇങ്ങോട്ട് കിട്ടും, മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. സോ ഇത് പേപ്പർ ബെസ്റ്റ്. അവന് പറ്റിയ എല്ലാ ബോറിംഗ് ആക്ടിവിറ്റീസും കിട്ടുന്നുണ്ട് കേട്ടോ. ആരും ഇല്ലാത്തതുകൊണ്ട് അയാൾ അതിൽ പിടിച്ച് വെയിറ്റ് ചെയ്താ. ജേർണലിസ്റ്റായി പേപ്പർ പ്രിന്റ് ചെയ്യാനാ. ബെസ്റ്റ്. കുറേ എഴുതാനുണ്ട് കേട്ടാ. അതാ മുഖം മാറുന്നു. അവൻ സ്കൂളൊന്നും ഇല്ല, ഇനി കുറച്ച് ദിവസം എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഫുൾ എഴുത്ത്. അത് അയാൾ നല്ല സ്ട്രിക്റ്റ് വന്നു കേട്ടോ. കറക്റ്റായി എഴുതിപ്പിക്കും. ജേർണലിസ്റ്റ് അല്ലേ.
എന്റെ ഇതാണോ ആ അവന്റെ പേര് എഴുതുന്നത്. എന്താ ചെയ്യണ്ട? എന്താ ചെയ്യണ്ട? ഫോട്ടോ എടുക്കണോ? ആണോ? ഓ എന്താ എന്താ ഓക്കെ. നന്നായി കെയർ ചെയ്യുന്നുണ്ട് അല്ലേ? ശരിക്കും കുട്ടികളെ കൂടെ കൊണ്ടുപോയി ചോദിച്ച് ജ്യൂസ് ഫാക്ടറിയിൽ ആദ്യമേ പോകണം. അപ്പോൾ ആൾക്കാരോട് ചോദിച്ച് പോയിട്ട് ഫോട്ടോ എടുക്കണം. അതാണ് സംഭവം. ഓ ജേർണലിസ്റ്റ് വേദു. ഓ കിട്ടിയാ? ഓ വാ. Now we are going to make our own newspaper. Are you ready? ഇനിയിപ്പോ ന്യൂസ് പേപ്പർ ഉണ്ടാക്കുക. We will go back to the establishment and we will make... താങ്ക് യു. ഇതാണ് വീഡിയോ ഫോട്ടോ. ഇതാണോ ഇതെടുത്ത ഫോട്ടോ? ഓ നൈസ്. ന്യൂസ് പേപ്പർ ആണോ? ബാ ബോറടിച്ച മോന്. എന്നാൽ നമുക്ക് ഇങ്ങനത്തെ ഒന്നും ചെയ്യണ്ട കേട്ടോ, വേറെ നല്ലത് ചെയ്യാം. കളിക്കുന്നൊക്കെ. ആ ബോബ് ദ ബിൽഡർ അതിൽ പോണോ? ആ ബാ. ഹോസ്പിറ്റൽ. ആ ഡോക്ടർ ആകുമ്പോ ആണോ? ഇത് മേളിലായിരിക്കും കേട്ടോ. ഇനി ഞാൻ മേളിൽ പോയി നോക്കേണ്ടി വരും. ഇത് കൊള്ളാം കേട്ടോ. അവർ കംപ്ലീറ്റ് ആയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാണ്. CPR കൊടുക്കുന്നത്, ഹാർട്ട് എവിടെയാണ്, CPR കൊടുക്കാനാണ് പഠിപ്പിക്കുന്നത്. ഓ എങ്ങനെ പിടിക്കണം എന്നൊക്കെ. ഹാർട്ടിന്റെ സൈസ് കാണിച്ചു കൊടുക്കുക. നമ്മുടെ ഫിസ്റ്റിന്റെ സൈസാണ്. ശരിക്കും സ്കൂൾസ് ഒക്കെ ഇങ്ങനെയാണെങ്കിൽ എന്ത് ഇൻട്രസ്റ്റിംഗ് അവർ പഠിച്ചാണ് അല്ലേ? എല്ലാ സ്കൂളും ബയോളജി ഇങ്ങനെ പഠിക്കണം, ജിയോഗ്രഫി ഇങ്ങനെ. ഓ എന്തായിരിക്കും, വീട്ടിൽ വരില്ല. ഏത് പ്രൊഫഷൻ ആണോ സെലക്ട് ചെയ്യേണ്ടത് അവിടേക്ക് അവർ ചെന്നാൽ മതി. അതെ, ഏത് ഇൻട്രസ്റ്റ് ആണ് അവർക്ക് അതിൽ ഇതായിരിക്കും റിയൽ ലൈഫിലും എന്നുള്ള ഒരു ഏകദേശം ഐഡിയ കിട്ടുമല്ലോ. അതെ, CPR കൊടുക്കാൻ പഠിപ്പിക്കുക. വേണ്ട അവനാ കുലുങ്ങുന്നേ. എന്തുപറ്റി? എന്താ ആംബുലൻസിന്റെ അകത്ത്? ഇല്ലാട്ടോ പ്രിയ. അല്ല ആംബുലൻസ് ഒന്നുമില്ല, ആ കൂടെ ഫയർ ട്രക്ക് മാത്രമേ ഉള്ളൂ. ഇത് കൊള്ളാമല്ലോ. ഇത് എവിടെ പോവാമോ? എന്താ ഒരു സ്റ്റോറി ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് ഇതിലെ ഓരോ ആക്ടിവിറ്റീസ് വേറെ ആക്ടിവിറ്റീസ് ആയിട്ട് കണക്റ്റഡ് ആണ്. പോവായിരിക്കും. ഇത് ഫയർ ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടാണ് നിർത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല എന്തോ കണക്ഷൻ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമ്മിൽ. പേഷ്യൻ്റാ അഭിനയ. പേഷ്യൻ്റ് അവിടെ ഇരിക്കുവോ വയ്യാന്ന്. പൈസയും കിട്ടി, ആ ഒരാളെ രക്ഷിക്കുകയും ചെയ്തു അല്ലേ? ഇനി എന്താ അടുത്തത്? ആസ്ട്രോനോട്ട് ഉണ്ട്. അടുത്ത പോലീസാണ്. ഇനി ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. പോലീസ് ഓക്കെ. എന്ത് ചെറിയ കുട്ടികളാണ്. സാധാരണ ചെറിയ കുട്ടികൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ കുറവല്ലേ. ഈവൻ ലൈക്ക് ഈ അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ പോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്കും ഇൻവോൾവ് ആവാൻ പറ്റിയ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവിടെ എന്തായാലും നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാനുള്ള രീതിയിൽ തന്നെ വരും. കാരണം ഒരു ആക്ടിവിറ്റി 20-25 മിനിറ്റ് എടുക്കും. ഓരോന്ന് സ്റ്റാർട്ടിങ്ങും എൻഡിങ് ടൈം ഉണ്ട്. സോ നമുക്കൊരു 10 ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ തന്നെ ഏകദേശം ഒരു 2-2.5 മണിക്കൂർ എടുക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ബർഗേഴ്സ് ഉണ്ട്, ബാക്കിൽ കാണുന്ന പോലെ കോഫി ഷോപ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. റേറ്റ്സ് അങ്ങനെ ഭയങ്കര കൂടുതലല്ല. എനിക്കൊന്ന് കോഫിക്കൊക്കെ ഒരു കുറച്ച് റേറ്റ് കൂടുതലല്ല. കൺവേർട്ട് ചെയ്ത് നോക്കുക ഏകദേശം ഒരു 400-450 രൂപ ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. 20 ദിറംസ് 20 റിയാൽ ആ റേറ്റിലൊക്കെയാണ് വരുന്നത്. ഫുഡും എല്ലാം അവൈലബിൾ ആണ് ഇതിൻ്റെ അകത്ത് തന്നെ. സോ എനിക്കൊന്ന് വെളിയിൽ നിന്ന് ഫുഡ് കൊണ്ടുവരാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ കഴിച്ച് ഒരു വൈകുന്നേരം ആവുന്ന വരെ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാം. ഏത് മാത്രം വലിയ മാർച്ചിങ്. ഓ വലിയ മാർച്ചിങ് ഒന്നും വേണ്ട. ഓ എവിടെ പോവാ? എവിടെയാ പോകുന്നത്? എവിടെയാ ഇവര്? എല്ലാവർക്കും ആരുടെ കയ്യിൽ ബോംബ് ഉണ്ടെന്ന് വല്ലതും ചെക്ക് ചെയ്യുമെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാവരും ഇങ്ങനെ സ്റ്റാഫുകളെ പോയി സ്കാൻ ചെയ്യുന്നുണ്ട്. ഇവര് കുറച്ച് അസൈൻഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ വേറെ ആൾക്കാർ തന്നെയാണ്. ലൈക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നവർ തന്നെയാണ് വേറെ ഇതുപോലെ കൗണ്ടേഴ്സിൽ. സോ ഇവരെ സ്കാൻ ചെയ്ത് ആരുടെയോ കയ്യിൽ ബോംബ് ഉണ്ടോ ഇല്ലയോ ചെക്ക് ചെയ്യുവാണ്. ഏത് വളരെ ഡീറ്റെയിൽഡ് സ്കാൻ ചെയ്യുന്നത്. രശ്മി വന്നിട്ടുണ്ട്. അപ്പൊ ആ ഇവിടം വരെ വന്നു. ഞങ്ങള് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ദൂരെയാ കുറച്ച്. അപ്പൊ യു ഗോ മീറ്റ്. ഞാൻ ഇവനെ ഇവിടെ കളിപ്പിക്കാം, അല്ലെങ്കിൽ ഇവൻ വേളം ഉണ്ടാക്കും. ഓ വെളിയിലുണ്ട്. പോലീസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ കണ്ടു അറബികളൊക്കെ കൂടെ പിടിച്ചിടിക്കുന്നത്. അറബി പിള്ളേരൊക്കെ ഇടിച്ചല്ലോ. എത്ര പൈസയായി? കൊറേ പൈസയായി. എന്താവാൻ പോവാ? ആസ്ട്രോനോട്ടാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇതിന്റെ അകത്തും കയറാൻ പറ്റില്ല, പക്ഷെ നമുക്ക് സ്ക്രീനിൽ കൂടെ കാണാം കേട്ടാ. ഇതൊന്നും ഞാൻ കിഡ്സിനെ കണ്ടിട്ടില്ല. പോകുന്നുണ്ട് കേട്ടോ. എനിക്കൊന്ന് ഈ വീഡിയോ ഗെയിം പോലെ ഇരുന്ന സ്പേസ് ഷിപ്പ് ഓടിക്കുന്ന സംഭവമൊക്കെ ആയിരിക്കും. എന്തോരം ആക്ടിവിറ്റീസ്, നല്ല രസമുണ്ട് കേട്ടോ. എല്ലാ കുട്ടികൾക്കും ഇഷ്ടമുള്ള എന്തെങ്കിലും കാണും. കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ്,
മേക്കപ്പ് മേക്കപ്പ്, ഇതുപോലെ ഡോക്ടർ അതാണെങ്കിൽ അത്, കൺസ്ട്രക്ഷൻ, ആസ്ട്രോണ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നുണ്ട്. കൊള്ളാം കേട്ടാ. അവര് സ്പേസ് ഷിപ്പിൽ ഇത് ശരിക്കും ടേക്ക് ഓഫ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നിക്കും. VR ആണ്. ആൻഡ് ദെൻ ഇതിൽ സ്പേസ് ഷിപ്പ് അതേ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഇവിടെ ഇതുപോലെ ഇഫക്റ്റ് ഒക്കെ കാണിക്കും. അവൻ ശരിക്കും സ്പേസിലാന്ന് അവന് വിചാരം. സീറോ ഗ്രാവിറ്റി പോലെയൊക്കെ അവന് തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു. ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടാ. ലൈക്ക് മസ്റ്റ് ആണ്. കുട്ടികൾ ഇത് എന്തായാലും ഇഷ്ടപ്പെടും. VR കൂടെ ഉള്ളതല്ലേ, അടിപൊളി. ഇത് കണ്ട അവർ അതിൻ്റെ ഒരു സാമ്പിൾ റോക്കറ്റ് വരെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വലിയൊരു മോഡല്. ചെറിയ കുട്ടിയാ രശ്മിയാ? ചെറിയ കുട്ടി വന്നിട്ടുണ്ട്. ഷീ വാണ്ട്സ് ടു മീറ്റ് യു ന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ദിലുവിനെ വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ ഇവനെ അടുത്ത ഗെയിമിൽ കയറ്റിയിട്ട് നോക്കി കളിക്കാം. ആദ്യമായിട്ട് നമ്മള് പൈസ കൊടുക്കണം. എത്ര പൈസ എഴുതി വെച്ചിരിക്കുന്നത്? എത്ര കൊടുക്ക്? ഏതോ ഉണ്ടാക്കിയ പൈസയല്ലേ, അപ്പൊ കൊടുക്ക്. കേട്ടാ. ഇത് ജിമ്മ്. ഇതിലെന്താ ഇനി ചെയ്യാൻ പോകുന്നത്? ഫിറ്റ്നസ് സെന്റർ എന്ന് പറഞ്ഞാൽ തന്നെ എക്സസൈസ് ചെയ്യണം. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മളാരും ട്രെയിനിങ് അല്ല, നമ്മൾ തന്നെ എക്സസൈസ് ചെയ്താണ് ഫിറ്റ്നസ് സെന്റർ എന്ന് പറയുമ്പോൾ. ജിം മെമ്പർഷിപ്പിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ ഒരു എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ട്. വല്ല കാര്യം ഉണ്ടാവും അങ്ങോട്ട് പോട്ടത്. ജിമ്മിന്റെ അകത്ത് നന്നായിട്ട് ഷോൾഡർ പ്രസ് ഒക്കെ ചെയ്ത് അത് അത്യാവശ്യം വെയിറ്റ് എടുത്ത് തോന്നും. മുഖമൊക്കെ വൈബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ടാവും. അതും നല്ലതാണ്ട. ബർത്ത്ഡേ പാർട്ടിയൊക്കെ ഇവിടെ വെച്ച് നടത്താം. എന്ത് ഗ്രാൻഡ് ആയിരിക്കും, എന്ത് രസമായിരിക്കും കുട്ടികളുടെ ഒരു എൻജോയ്മെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. അടിപൊളി. ഫുഡും എല്ലാം ഇവിടെ തന്നെയായിരിക്കും. ഒരാൾ താഴെ ചുമ്മാ എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ട്. ഓ ഫുൾ മസിലായ എക്സസൈസ് ഒക്കെ ചെയ്ത അപ്പനപ്പല്ലേ? വെയിറ്റ് ഒക്കെ പൊക്കിയോ? 3 മൈൽസ് ഓടിയോ? ബാക്കി പോവാതെ ഓടിയല്ലേ? സൂപ്പർ ഗുഡ്. ഓ എക്സസൈസ് ചെയ്തതിന്റെ സ്പീഡായത്. അത് പൈലറ്റ് ആവാൻ പോവാണ്. ഇതിന്റെ അകത്ത് അപ്പേക്ക് വരാൻ പറ്റില്ല. ഇവിടെ കാണാമല്ലോ, ഖത്തർ എയർവേസിന്റെ പൈലറ്റാ. ഇതൊന്ന് ഖത്തർ എയർവേസ് ആണ് ഇവിടുത്തെ ഒരു മെയിൻ സ്പോൺസർ. ക്യാപ്റ്റൻ ബേദു റിപ്പോർട്ടിംഗ് ഫോർ ഡ്യൂട്ടി പോലെ പൈലറ്റായിട്ട് വീഡിയോ ഗെയിം പോലെ ഓടിക്കും. നല്ല രീതിയിൽ എല്ലാ ഗെയിംസും നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട്. പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവരുടെ സ്റ്റാഫാണ്. ദി ടേക്ക് കെയർ ഓഫ് ദ കിഡ്സ് റിയലി വെൽ. ദി മേക്ക് ഷുവർ കിഡ്സ് ഹാവ് എ ഗുഡ് ടൈം. ഫുൾ ടൈം സിൻസിയർ ആണ്. മടുപ്പായിരിക്കില്ല ജോലി, സെയിം തിങ്. എന്നാലും നല്ല കമ്മിറ്റഡ് ആയിട്ട് അവർ ചെയ്യുന്നത്. ഏറ്റവും ഡിമാൻഡ് കേട്ടോ. ഞങ്ങൾ രാവിലെ തൊട്ട് നോക്കും. ഞങ്ങൾ വേറെ ഗെയിമിന് പോയിട്ട് വരുമ്പോൾ ഇത് ഫുള്ളാവും. 7 കുട്ടികൾക്കേ പറ്റുള്ളൂ. ഏറ്റവും ഡിമാൻഡുള്ള ഗെയിം ഇവിടെ ഫയർ ഫൈറ്റർ ആണ്. മേളിലാണ് ഫയർ ഫൈറ്റേഴ്സ്. ശരിക്കും മേളിന്ന് സാധാരണ പോളിലാണ് താഴെ വരുന്നത്. എബ്രോഡൊക്കെ ഇവിടെ സ്ലൈഡിൽ വരും. അവര് മേളിന്ന് താഴത്തേക്ക് സ്ലൈഡിലാണ് വരുന്നത്. അതെ, ആ കുട്ടിയില്ലേ രശ്മി, ആ കുട്ടി പറഞ്ഞു ഇതിനേക്കാളും വലുതാണ് മറ്റേ ഒരു വിലാജിയോ എന്ന് പറഞ്ഞ മോഡൽ. അവിടെ ഉണ്ട് ഇതിന്റെ സെപ്പറേറ്റ് തന്നെ. അത് കിഡ്സേനിയ ആയിരിക്കും. പക്ഷെ കിഡ്സേനിയെ കാട്ടി നല്ലത് ഇതാ. ഞാൻ കുറെ റിവ്യൂസ് വായിച്ചു. കിഡ്സേനിയ നമ്മൾ പോയതല്ലേ, ഇത്രയും ഡീറ്റെയിലിംഗ് ഇല്ല കിഡ്സേനിയയില്. മനസ്സിലായോ? പക്ഷെ 50 ഗെയിം ഇവിടെ തന്നെ നമുക്ക് ഇപ്പൊ 10 കയറാൻ പറ്റും. ഞാൻ പറഞ്ഞു ഇതിന് മലേഷ്യയിൽ വെച്ച് നോക്കുമ്പോ ഇത് ഭയങ്കരമല്ലേ. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഒരെണ്ണത്തിന് 25 മിനിറ്റ് എടുക്കും ഒരു ഗെയിമിന്. അങ്ങനെ 5 ഗെയിമിൽ കയറിയാൽ തന്നെ 1.5-2 മണിക്കൂറായി. ഇവിടെ ആക്ച്വലി രാവിലെ വിട്ടിട്ട് വൈകുന്നേരം നമുക്ക് വരാൻ പറ്റുള്ളൂ. പക്ഷെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഗുണമുണ്ട്. മോളല്ലേ, വെളിയിൽ പോയിട്ട് വരാം അങ്ങനെ ചെയ്യാം. ദേ വന്നു വേദു കറക്റ്റായി ലാൻഡ് ചെയ്ത്. കറക്റ്റായി എല്ലാം ചെയ്യണം കേട്ടാ. ഹായ്. ഫയർ ഫൈറ്റേഴ്സ് ഇവിടെ നിർത്തിയിട്ട് ഇവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ബിൽഡിംഗ് തീ കത്തും. അത് ഇവര് റിയൽ വാട്ടർ വെച്ച് കിടത്തണം. എന്തൊരു ആക്ടിവിറ്റീസ് അല്ലേ ഇത്. ഫയർ ഫൈറ്റർ ശരിക്കും ജീവിക്കുവോ ഇവര്? കണ്ട, ശരിക്കുള്ള വെള്ളം അടിക്കുന്ന പോലെ ചെയ്യുന്നത്. ഓടിക്കോ, തിരിച്ചു കറിക്കോ.
ഇതും കൂടെ ചെയ്ത് കഴിയുമ്പോൾ പൈസയും കിട്ടും. ആ പൈസയൊക്കെ ശരിക്കുള്ള പൈസ ആണെങ്കിൽ നമ്മളെ രക്ഷപ്പെട്ടാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നില്ലേ? ബേദുവിന്റെ ഡേ ആയിരുന്നില്ലേ? നോക്കട്ടെ പോകാം. ഡിസപ്പോയിന്റഡ് ആയിട്ട് പോകുന്നു. നോക്കട്ടെ, ചിരിക്കാതെ മുഖം നോക്കിക്ക് ഇങ്ങോട്ട്. ഒരു മിനിറ്റ് ഒന്ന് നോക്ക്. ഫുഡൊന്നും ഇല്ല. കണ്ട. അപ്പൊ ഗൈസ് ഇവിടുന്ന് ഇറങ്ങുവാണ്. ഇനി നേരെ റോയ്ച്ചേട്ടന്റെ വീട്ടിൽ കുറച്ച് സെലിബ്രേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ മെട്രോ സ്റ്റേഷന് വേറെ ലെവലാണ് കേട്ടോ. പക്ഷെ ഇവർക്ക് സിംഗിൾ ജേർണി ഇല്ല. നമ്മൾ ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു ട്രാവൽ കാർഡ് ആയിട്ട് എടുക്കണം. ഒരു ദിവസത്തേക്ക് 6 ദിറംസ് ആണ് വരുന്നത്, ഇവരുടെ കറൻസി വരുന്നത്. ഒരു ജേർണി ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് ഉപയോഗിക്കാം. 120 രൂപയേ ഉള്ളൂ. പക്ഷെ ഫുൾ ഡേ ഉപയോഗിക്കണം. അപ്പോൾ അൺലിമിറ്റഡാ, ഒരു ഫുൾ ഡേ അൺലിമിറ്റഡായി ഉപയോഗിക്കാം. അല്ലെങ്കിൽ മറ്റേ പാസ് പോലെ എടുക്കണം. അതിൽ പൈസ ലോഡ് ചെയ്ത് നമുക്ക് കാര്യമില്ലല്ലോ. നല്ല മെട്രോ സ്റ്റേഷനിൽ എന്തൊരു ക്ലീനാ ദോഹ. ലൈക്ക് മെട്രോ എന്ന് പോലും പറയില്ല, ഒരു മോളിൻ്റെ ഒക്കെ ഇന്റീരിയേഴ്സ് പോലെ ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫുൾ കവേർഡ് ആയിട്ട്. ആൻഡ് ഫാമിലിക്ക് സ്പെഷ്യൽ, ഗോൾഡ് ക്ലാസ്സിന് സ്പെഷ്യൽ. അത് അറ്റത്തുള്ളത് ഗോൾഡ് ക്ലാസ് സ്പെഷ്യൽ എൻട്രൻസ് കണ്ടോ? സ്പെഷ്യൽ കമ്പാർട്ട്മെന്റ് അത് ദുബായിലും ഉണ്ട്. ആ ടിക്കറ്റ് വേറെ. ഇല്ല, അങ്ങോട്ട് പോകാൻ പാടില്ല. പിന്നെ അതെ സ്റ്റേഷനൊക്കെ കണ്ട ഭയങ്കര ഒരു മോഡേൺ. എനിക്കിത് കാണുമ്പോൾ ചൈനയുടെ ഒക്കെ സ്റ്റേഷൻ പോലെയാണ് തോന്നുന്നത്. ചൈന ഇതുപോലെ ഭയങ്കര മോഡേൺ ആണ്. കണ്ടിരിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് മെട്രോ ദോഹ മെട്രോ തന്നെയാണ്. എന്തൊരു സ്റ്റാൻഡേർഡ് ഇത്. സീറ്റൊക്കെ മറ്റേ ഒരു ബുള്ളറ്റ് ട്രെയിനിനെ പോലെ ഉണ്ട്. അത് ഗോൾഡ് ക്ലാസ് ആണെങ്കിൽ വേറെ ലെവല്, ബിസിനസ് ക്ലാസ് സീറ്റ്സ് പോലെ. അടിപൊളി. എന്തായാലും ദോഹ മെട്രോയിൽ കയറണം എന്നുണ്ടായിരുന്നു. നല്ല മെട്രോ അല്ലേ? ഫുട്ബോൾ ഒന്നും ഇപ്പൊ കളി കണ്ടു. അത് വേദു അറ്റൻഷൻ ടു ഡീറ്റെയിൽ നോക്കുന്ന വേൾഡ് കപ്പ് പ്രമാണിച്ചായിരിക്കും മെട്രോ അതിന്റെ അറ്റത്ത് ഫുട്ബോൾ വെച്ചിരിക്കുന്നത്. കൊള്ളാം. പിന്നെ ഒരു റൊണാൾഡോ ഫാൻ. റൊണാൾഡോ is very rich. റൊണാൾഡോ has Lamborghini. എനിക്ക് തോന്നുന്നു മെട്രോ സ്റ്റേഷൻ്റെ അകത്ത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇത് ഖത്തറിന്റെ നാഷണൽ ഡേ സെലിബ്രേഷൻ അടുപ്പിച്ച് ഇവിടെ ഭയങ്കര ഗ്രാൻഡ് സെലിബ്രേഷൻ ആണ്. അതിൻ്റെയൊക്കെ ഒരു പ്രിപ്പറേഷനും പ്രൊമോഷൻ പോലെയൊക്കെ ആയിരിക്കും നടക്കുന്നത്. ചേട്ടാ ബിരിയാണി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് കേട്ടാ. മറ്റേ സലീംകുമാർ പോലെ ആവോ? ഇല്ല, ബിരിയാണി എല്ലാം റെഡിയാണ്. 6 മണിക്ക് വരുമെന്ന് പറഞ്ഞു. 9 മണി ആയോണ്ടുള്ള ഒരു കുഴപ്പമുള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ കറക്റ്റ് പ്രശ്നമൊന്നുമില്ല, കറക്റ്റ് ടൈമാ. ഞാൻ 3 മണിക്കൂർ ഇട്ടാ ഉദ്ദേശിച്ചത്. അപ്പൊ കറക്റ്റ് ആയിരുന്നു. പ്രിയയുടെ കേക്ക് കട്ടിങ് 3ാമത്തെ കേക്ക് കട്ടിങ്ങാ പ്രിയ. ഇത് തീരുന്നില്ലല്ലോ. എന്ത് ഇന്നലെ പറഞ്ഞല്ലേ ഉള്ളൂ എന്റെ ബർത്ത്ഡേ തീരാതിരുന്നായിരുന്നെങ്കിലും ഒന്ന്. ഇതില് ഇവരിന്നിട്ട് കേക്കിലൊന്നും എഴുതാതെ കേക്ക് വന്നു അല്ലേ ചേച്ചി? പിന്നെ പോയി പ്രശ്നം ഉണ്ടാക്കി ഇതെന്താ എഴുതാത്തത്. അതിനു വേണ്ടി പിന്നെ 2ാമത്തോടെ ഡ്രൈവ് ചെയ്ത് പോയി. ഇനി കേക്ക് ഊതാൻ കിട്ടിയില്ല എന്ന് പറയണ്ട. മതി. ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy birthday to you. Happy birthday dear Priya. Happy birthday to you. ഹാപ്പി ആയില്ലേ? ബിരിയാണിയിൽ മുട്ടയുണ്ട്, പപ്പടമുണ്ട്, സാലഡും ഉണ്ട്. ഇതിനി കഴിച്ചോ. ഇനി 24-25 ദിവസത്തേക്ക് ഇന്ത്യൻ ഫുഡിനെ കുറിച്ച് ആലോചിക്കണ്ട. ഫോട്ടോ എടുത്ത് നമുക്ക് സ്ക്രീൻ സേവർ അതെ, കൊതി വരാൻ. സ്പെഷ്യൽ ബിരിയാണിയാണ് ചേച്ചിയുടെ. അപ്പൊ ഗൈസ് ബാക്ക് ടു ഹോട്ടൽ. അടിപൊളി ദിവസമായിരുന്നു. വേദു ടോട്ടലി എൻജോയ്. നിങ്ങൾ എൻജോയ് ചെയ്ത് കാണുന്ന വിചാരിക്കുന്നു. ഈ ഒരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് പേഴ്സണലി കിഡ്സ് ഏനിയനെക്കാട്ടും ഇഷ്ടപ്പെട്ടു കിഡ്സ് മോണ്ടോ. ആൻഡ് ബിരിയാണി, അയ്യോ ചേച്ചിയുടെ ബിരിയാണി വാസ് സൂപ്പർ. എന്തൊരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ? പറ്റുമെങ്കിൽ ഇപ്പോൾ ഒന്നും കൂടെ കഴിക്കാൻ തോന്നും. എന്തായാലും നാളെ നമ്മൾ ദോഹയിലെ ഒരു മോഡേൺ ദോഹ എന്ന് പറഞ്ഞാൽ ദോഹയെ പുതിയ സ്ഥലമാണ്, പക്ഷെ അതിൻ്റെ ഒരു മോഡേൺ സ്ഥലങ്ങളിലൊക്കെ പോയി കുറേ ബ്യൂട്ടിഫുൾ കാഴ്ചകളായിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. ലാസ്റ്റ് ഡേ ആണ്. എന്തായാലും റോയ് ചേട്ടനൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇത്രയും നല്ല ഓരോരോ കാര്യങ്ങൾ കാണിക്കാൻ പറ്റി. ഭയങ്കര ഹെൽപ്പായി. ഞങ്ങൾക്കൊരു
ഫാമിലി മെമ്പറിനെ പോലെ ഞങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്. സോ ദോഹ സ്പെഷ്യൽ സ്റ്റേ. അതുപോലെ തന്നെ രശ്മി ആണെങ്കിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ദോഹയിൽ നമ്മളോട് ഭയങ്കരമായിട്ട് എന്താ പറയാ ഒരു അറ്റാച്ച്മെന്റ് നമ്മളോട് കാണിച്ചു. ആൻഡ് വി ഓൾസോ ഫെൽറ്റ് സോ എന്താ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു ദോഹയിൽ വന്നപ്പോൾ. പിന്നെ അവരുടെ ഒക്കെ ഒരു പ്രൈവസി ഇഷ്യൂ പിന്നെ അവരെ അൺകംഫർട്ടബിൾ ആക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വ്ളോഗിലൊന്നും കൊണ്ടുവരാതിരുന്നത്. എന്തായാലും വി ലവ് ദോഹ, അത്ര എനിക്ക് പറയാനുള്ളൂ. പെർഫെക്റ്റ് പ്ലേസ് ആണ് ഒരു സ്മോൾ വെക്കേഷന്. കുറച്ചൊന്ന് എക്സ്പെൻസസ് ആയിട്ടാണ്, പക്ഷേ യു ഗെറ്റ് ഇറ്റ് അമേസിംഗ് ക്വാളിറ്റി, സേഫ്റ്റി, ക്ലീനിനെസ്, എവറിത്തിങ് ഇൻ ദോഹ. സോ എന്തായാലും നമുക്ക് നാളെ ലാസ്റ്റ് വ്ളോഗ് ഇൻ ദോഹയിലായിരിക്കും. അപ്പോൾ നാളെ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.